1700 പരം ഔട്ട്ലെറ്റുകൾ സപ്ലൈകോ, അതുപോലെ സഞ്ചരിക്കുന്ന മാവേലി സൂപ്പർ സ്റ്റോറുകൾ, ഉത്സവ നാളുകളിലെ ഉത്സവ ചന്തകൾ, ഈ നിലയിലെല്ലാം ഭക്ഷ്യധാന്യങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി. ആ റേഷൻ ഷോപ്പുകളെ കൂടുതൽ വിപുലീകരിക്കാനും അങ്ങനെ ബാങ്ക് ഇടപാടുകൾ, 10,000 രൂപയ്ക്ക് താഴെയുള്ള ATM ഫെസിലിറ്റി, ഇങ്ങനെയുള്ള സേവനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന കേന്ദ്രമായി റേഷൻ ഷോപ്പുകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നെല്ലിൻ്റെ ആ ചമ്പാവരി തന്നെ വളരെ വില കുറച്ച് ന്യായവിലയ്ക്കും റേഷൻ കടയിലൂടെ വാങ്ങാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ 7 വാഗ്ദാനങ്ങളാണ്. ആ 7 വാഗ്ദാനങ്ങളും നടപ്പാക്കിക്കൊണ്ട് ഭക്ഷ്യഭദ്രത പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശപ്പ് രഹിത കേരളം, പട്ടിണിയില്ലാത്തവരുടെ നാട്, അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ആ സങ്കല്പം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗങ്ങളായി കണ്ടെത്തിയത് 64,006 കുടുംബങ്ങളെയാണ്. ആ 64,006 കുടുംബങ്ങളിൽ 7,500-ലധികം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് പോലും ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത. ആ മുഴുവൻ കുടുംബങ്ങൾക്കും മഞ്ഞ നിറത്തിലുള്ള AAY കാർഡ് നൽകിക്കൊണ്ട് പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യത്തിൻ്റെ ഉടമകളാക്കി അവരാദ്യം മാറ്റുകയുണ്ടായി. അതിലൂടെ അത്തരം ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ സാധിച്ചു. അതുപോലെ കേരളത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും പരിമിതമാണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യവകുപ്പ് വഴി ഭക്ഷണം വാങ്ങാൻ കഴിയുന്ന സാഹചര്യം എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും റേഷൻ കാർഡ് നൽകുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഏർപ്പെടുത്തി. മുൻപ് കാർഡ് ലഭ്യമാകണമെങ്കിൽ പലവിധ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എന്നാൽ ഇന്ന് ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ത്യൻ പൗരനാണെന്ന് തെളിയുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കും കുടുംബത്തിനും റേഷൻ കാർഡ് ലഭിക്കുന്ന തരത്തിലേക്ക് ഇളവ് ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായി സമ്പൂർണ്ണമായി മലയാളിക്ക്, കേരളത്തിലുള്ളവർക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കാൻ കഴിഞ്ഞു. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് താമസിക്കുന്ന കുടുംബങ്ങൾക്കും കേരളത്തിലെ റേഷൻ ഷോപ്പിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്ന റൈറ്റ് റേഷൻ കാർഡ് സംവിധാനവും കേരളത്തിൽ ഏർപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് 6 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പുതുതായി ഈ കാർഡ് ലഭ്യമാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് കാർഡില്ലാത്ത ഒരു കുടുംബവും നമ്മുടെ മുന്നിൽ കാണാൻ കഴിയില്ല. അത്ര വിപുലമായി വ്യാപകമായ തോതിൽ ഈ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. അതോടൊപ്പം മുൻഗണനാ കാർഡുകൾ കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡമനുസരിച്ച് 1,54,00,000 ആളുകൾക്കാണ് ഭക്ഷ്യഭദ്രതാ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അത്തരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമാണ് സൗജന്യ നിരക്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷ്യധാന്യം നൽകുന്നത്. എന്നാൽ അതിൽ നിരവധിയായിട്ടുള്ള അനർഹർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ നാളുകളിലെ അനുഭവം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. UDF ഗവൺമെൻറ് കാലത്താണ് ആ BPL പട്ടിക ഉണ്ടാക്കിയത്. അന്ന് മുതലേ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ വിഭാഗം ആളുകളുടെ ആവശ്യം ആ പട്ടികയിലുണ്ടായിട്ടുള്ള അനർഹരെ ഒഴിവാക്കി അർഹതയുള്ള കുടുംബങ്ങൾക്ക് BPL കാർഡ്, മുൻഗണനാ കാർഡ് നൽകണമെന്ന ആവശ്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ 6,05,000-ൽ പരം കുടുംബങ്ങൾക്ക്, അർഹതയുള്ള കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് പുതുതായി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അനർഹരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആ മുൻഗണനാ കാർഡ് തിരിച്ചെടുക്കാനും തിരിച്ചു നൽകാനുള്ള അവസരം നൽകിയ കാലയളവിൽ 1,72,000 കാർഡുകൾ തിരികെ ലഭിച്ചതും, അത് കഴിഞ്ഞ് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കാർഡ് പിൻവലിപ്പിച്ചെടുത്തതുമായ ഇത്തരം അവസരങ്ങളിലൂടെ 6,05,000-ൽ പരം കുടുംബങ്ങൾക്ക്
പുതുതായി മുൻഗണനാ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞു. ഫൈൻ ഈടാക്കിക്കൊണ്ടും നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടും 17 കോടിയോളം രൂപ ഈ ഇനത്തിൽ ഗവൺമെൻറ് ഖജനാവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്ക് മുൻഗണനാ കാർഡിന് അർഹതയുള്ള കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് എത്തിക്കാൻ, എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ഉറപ്പാക്കാൻ, എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിപുലമായ പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത്. അതോടൊപ്പം ആദിവാസി ഉന്നതികളിൽ, അതുപോലെ അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, വിവിധ മതസ്ഥാപനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥലങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കുകയുണ്ടായി. 148 ഉന്നതികളിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ എല്ലാ മാസവും ഭക്ഷ്യധാന്യം അവരുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു കൊടുക്കുകയാണ്. അതുപോലെ 47 സുഭിക്ഷാ ഹോട്ടലുകൾ, ജനകീയ ഹോട്ടലുകൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും വിശപ്പ് രഹിതമായ കേരളം എന്നത് യാഥാർത്ഥ്യമാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഭക്ഷ്യവകുപ്പ് ഫലപ്രദമായ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. സപ്ലൈകോയിലൂടെയും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലൂടെയും ഭക്ഷ്യധാന്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്കും വില കുറച്ചും വാങ്ങാനുള്ള സൗകര്യം വിപുലമാക്കുവാൻ ഈ ഗവൺമെൻറ് പരിശ്രമിച്ചു. 1700 പരം ഔട്ട്ലെറ്റുകൾ സപ്ലൈകോ, അതുപോലെ സഞ്ചരിക്കുന്ന മാവേലി സൂപ്പർ സ്റ്റോറുകൾ, ഉത്സവ നാളുകളിലെ ഉത്സവ ചന്തകൾ, ഈ നിലയിലെല്ലാം ഭക്ഷ്യധാന്യങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കി. പ്രതിമാസം ഓണക്കാലത്താണെങ്കിൽ 484 കോടി രൂപയുടെ വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു മാസങ്ങളെടുത്താലും 300-ലധികം കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കാൻ സാധാരണക്കാർക്ക് വാങ്ങാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാർഡുടമകൾക്കും വില കുറച്ചും ന്യായവിലയ്ക്കും ഇത്തരം കേന്ദ്രങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരമാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. പ്രതിമാസം 48 ലക്ഷം മുതൽ 51 ലക്ഷം വരെ കുടുംബങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നതിൻ്റെ കണക്കുകളാണ് കാണിക്കുന്നത്. ഈ നിലയിലുള്ള ഇടപെടൽ അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വിലയിൽ അമിതമായ വില വർധനവുണ്ടായപ്പോൾ സപ്ലൈകോയുടെ ഫലപ്രദമായ ഇടപെടൽ. 550 രൂപയിലധികം 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വില ഉണ്ടായിരുന്നപ്പോൾ 360 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിൽപ്പന നടത്താൻ തീരുമാനിച്ചത്. അതുപോലെ ഇന്നിപ്പോൾ അത് 290 രൂപയ്ക്ക് ലഭിക്കുന്ന തരത്തിലേക്കുള്ള വില കുറവ് തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്, അതെല്ലാം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായി. സപ്ലൈകോയിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നത് മുളക് 500 ഗ്രാമാണ്, വെളിച്ചെണ്ണ 500 ഗ്രാമാണ്. അതുപോലെ ഉൽപ്പന്നങ്ങൾ പരമാവധി 500 ഗ്രാം ആയിരുന്നത് കഴിഞ്ഞ ഓണക്കാലം മുതൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വർധനവുണ്ടാക്കി. 1 കിലോ മുളക്, 1 കിലോ പഞ്ചസാര, 1 കിലോ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ 2 ലിറ്റർ വെളിച്ചെണ്ണ, ഇങ്ങനെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചും വില കുറച്ചും ജനങ്ങൾക്ക് ആശ്വാസകരമായ നിലപാടാണ് സപ്ലൈകോയിലൂടെ, മാർക്കറ്റ് ഇടപെടലിലൂടെ ഗവൺമെൻറ് നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. റേഷൻ ഷോപ്പുകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഒരു ചെറിയ കുടൂസ് മുറിയിൽ, ആ മുറിയിൽ നിന്ന് ഇതെല്ലാം വിതരണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് വർഷങ്ങളായി നമ്മൾ കാണുന്ന റേഷൻ ഷോപ്പുകൾ. എന്നാൽ ഈ ഗവൺമെൻറ് ആ റേഷൻ ഷോപ്പുകളെ കൂടുതൽ വിപുലീകരിക്കാനും എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമാക്കാനും, അതുപോലെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രമാക്കുവാനുമുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി 2500 റേഷൻ ഷോപ്പുകളെ ഇന്നിപ്പോൾ കെ സ്റ്റോറുകളായി മാറ്റുകയുണ്ടായി. കെ സ്റ്റോറുകളായി മാറുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളിൽ PDS വഴി മുമ്പ് ലഭിച്ചിരുന്ന അരിയും ഗോതമ്പും മണ്ണെണ്ണയും പഞ്ചസാരയും മാത്രമല്ല, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ, മിൽമയുടെ ഉൽപ്പന്നങ്ങൾ, കേരഫെഡിൻ്റെയും അതുപോലെ മറ്റ് MSMEകളുടെയും ഉൽപ്പന്നങ്ങൾ,
സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ നിത്യോപയോഗ സാധനങ്ങൾ, ചോട്ടു ഗ്യാസ് അടക്കമുള്ള IOCയുടെ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു കേന്ദ്രമായി മാറി. CSC സേവനങ്ങൾ ലഭ്യമാകുന്നു. പല ബാങ്കുകളുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെ ഒരു ഏജൻ്റായി മാറാൻ ലൈസൻസിക്ക് കഴിയുന്നു. അങ്ങനെ ബാങ്ക് ഇടപാടുകൾ, 10,000 രൂപയ്ക്ക് താഴെയുള്ള ATM ഫെസിലിറ്റി, ഇങ്ങനെയുള്ള സേവനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന കേന്ദ്രമായി റേഷൻ ഷോപ്പുകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കർഷകനെ സഹായിക്കുന്ന നെല്ല് സംഭരണ പ്രക്രിയയിൽ ഗവൺമെൻറ് ഈ കാലയളവിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം വില നൽകി 1 കിലോ നെല്ലിന് 30 രൂപ നൽകി കേരളത്തിലെ ഗവൺമെൻറ് സപ്ലൈകോയിലൂടെ സംഭരിക്കുകയാണ്. എന്നാൽ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച MSP 23 രൂപ ആണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായ പരിഗണന കൃഷിക്കാർക്ക് നെല്ലുൽപാദനത്തിൽ കർഷകരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത സമീപനങ്ങളിൽ ഒന്നാണ് ന്യായവില നൽകി നെല്ല് സംഭരിക്കുക എന്നുള്ളത്. അങ്ങനെ നെല്ല് സംഭരിച്ച് അത് റേഷൻ കടകളിലൂടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കടക്കമുള്ള കുടുംബങ്ങൾക്ക് കേരളത്തിലെ നെല്ലിൻ്റെ ആ ചമ്പാവരി തന്നെ വളരെ വില കുറച്ച് ന്യായവിലയ്ക്കും റേഷൻ കടയിലൂടെ വാങ്ങാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. നെല്ല് സംഭരണ പ്രവർത്തനങ്ങളിൽ നെല്ല് സംഭരിച്ച് തൊട്ടടുത്ത ദിവസം പണം കൊടുക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നെല്ല് സംഭരിച്ച് റേഷൻ കടയിലൂടെ അരിയാക്കി വിതരണം ചെയ്ത് കണക്കതിന് ശേഷം കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷക്കാലം കഴിഞ്ഞാണ് നെല്ലിൻ്റെ വില കേന്ദ്ര ഗവൺമെൻറ് വിഹിതം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴും 1300-ൽ പരം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നെല്ല് സംഭരണ ഇനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കുടിശ്ശികയായി നമുക്ക് നൽകാനുണ്ട്. എന്നാൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കർഷകനെ സഹായിക്കാൻ വേണ്ടി ഇത്തവണ സംഭരിച്ച നെല്ലിൻ്റെ പണം അടുത്ത ദിവസങ്ങൾ ലഭ്യമാക്കാൻ സഹകരണ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ സപ്ലൈകോ കൺസോർഷ്യം ബാങ്കുകളുടെ, കാനറ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടുകൂടി PRS വായ്പയിലൂടെ പരമാവധി 1 മാസത്തിനുള്ളിൽ പണം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ഈ സീസണിൽ കൂടുതൽ വേഗതയിൽ പണം കൊടുക്കാനുള്ള നടപടികൾ, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഓരോ വർഷങ്ങൾ പരിശോധിച്ചാൽ 1 വർഷം നെല്ല് സംഭരിക്കുന്നതിൻ്റെ കണക്ക് നോക്കിയാൽ ഏകദേശം 2000 കോടിയോളം രൂപ, അതിലധികം രൂപയുടെ നെല്ല് കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്നുണ്ട്. എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത്, ഈ സംഭരിച്ച നെല്ലിൻ്റെ കുടിശ്ശിക പലപ്പോഴും പത്രങ്ങളിലെ വാർത്തയാണ്. എന്നാൽ ഇത് സംസാരിക്കുമ്പോൾ സംഭരിച്ച നെല്ലിൻ്റെ പണം കഴിഞ്ഞ സീസൺ വരെയുള്ള പണം നൽകാനുള്ള കാര്യത്തിൽ ഒരു വീഴ്ചയുമില്ലാതെ മുഴുവൻ തുകയും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഭരിച്ച നെല്ലിൻ്റെ പണത്തിൻ്റെ കുടിശ്ശിക ഇന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലെന്ന്. സംഭരിച്ചു കൊണ്ടിരിക്കുന്ന നെല്ലിൻ്റെ മാത്രമേ കൊടുക്കാനുള്ളൂ. സംഭരിച്ച നെല്ലിൻ്റെ പണം കഴിഞ്ഞ സീസൺ വരെയുള്ള പൂർണ്ണമായും ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ആദിവാസി ഉന്നതികളിൽ, കേരളത്തിലെ 148 ഉന്നതികളിൽ റേഷൻ കടകൾ അവരുടെ വീട്ടുമുറ്റത്തെത്തുകയാണ്. റേഷൻ കടകൾ സഞ്ചരിക്കുന്ന റേഷൻ കടയായി മാറി അവരുടെ ഉന്നതികളിലെത്തി അവർക്ക് ഭക്ഷ്യധാന്യം ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ അവിടെ എത്തിച്ചു കൊടുത്ത് അതിലൂടെ വിതരണം ചെയ്യാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. കോവിഡ് കാലത്തും അത് കഴിഞ്ഞുമുള്ള നാളുകളിൽ ഉന്നതികളിൽ നിന്ന് റേഷൻ കടയിലേക്ക് എത്തണമെങ്കിൽ 10, 12, 18 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും ആദിവാസി സഹോദരങ്ങൾ 1000-ഉം 1200-ഉം രൂപ ചെലവഴിച്ച് റേഷൻ കടയിൽ വന്ന് അരിയും ഗോതമ്പുമെല്ലാം വാഹനത്തിൽ കൊണ്ടുപോകുന്ന പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ചിലവിൽ അവരുടെ ഉന്നതികളിൽ തന്നെ ഭക്ഷ്യധാന്യം എത്തിക്കാൻ കഴിഞ്ഞത്. അത്തരം തീരുമാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പാക്കിയതിൻ്റെ ഫലമായി
ഇന്നിപ്പോൾ ഉന്നതികളിൽ ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു കഥയും ഒരു വാർത്തയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതുപോലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് കാലയളവിൽ എടുത്തു പറയേണ്ടുന്ന ഒന്ന്.